ഏഴാം ക്ലാസ്സിലെ ഓണം എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമായിട്ടാണ് മാഷ് വന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം എങ്ങനെയൊക്കെയാണ് കാര്യം നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇവിടെ നോക്ക്, ഇവിടെ നമുക്ക് കുറച്ച് ഫ്രാക്ഷനുകൾ തന്നിട്ടുണ്ട്, ഡിവൈഡ് ചെയ്യാനാണ്. ഇതിന് ഉത്തരം എന്താണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഏതാണ് ഇതിന്റെ ഓരോന്നിനും ഉത്തരം എന്നുള്ളത് ഇവിടെ ഇങ്ങനെ എടുത്തിരുന്നാം. എങ്ങനെ ഉത്തരം എഴുതാം? സിമ്പിൾ ആണ്. നമുക്ക് ആദ്യം ഇതിൽ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതി നോക്കാം. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതാം. എന്താണ് 2/3 ഡിവൈഡ് ബൈ 1/2 ആണ്. 2/3 ഡിവൈഡ് ബൈ 1/2. ഇതിന് ഉത്തരം എഴുതാൻ അറിയുന്ന ആൾക്കാണെങ്കിൽ ഇപ്പൊ തന്നെ ഇതിന് ഉത്തരം ഒന്ന് കാണാൻ ബോക്സ് ഇല്ല കേട്ടോ. 2/3 ഡിവൈഡ് ബൈ 1/2 ചെയ്ത് എന്താ ഉത്തരം കിട്ടുക? ഇവിടെ എന്താ ബൈയിലെ നമ്പർ ആണ്, ഇവിടെയും ബൈയിലെ നമ്പർ ആണ്. ഒരു ഫ്രാക്ഷനെ വേറെ ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഒരു ഫ്രാക്ഷനെ വേറെ ഫ്രാക്ഷൻ കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? സിമ്പിൾ ആണ്. ഒരു ഫ്രാക്ഷനെ വേറെ ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല, പകരം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഫ്രാക്ഷനെ വേറെ ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കാര്യം മാഷ് പറഞ്ഞുതരാം കേട്ടോ. പക്ഷെ ഇതെങ്ങനെ മൾട്ടിപ്ലൈ എന്ന രൂപത്തിലാക്കിയത്? ഡിവിഷൻ ആണ് നമുക്ക് തന്നത്. ഡിവിഷൻ തന്നു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ അറിയാൻ വേണ്ടി കാര്യമൊന്നുമില്ലല്ലോ. പക്ഷെ ഇതിനെ മൾട്ടിപ്ലിക്കേഷൻ ആക്കാൻ വേണ്ടി പറ്റും. ഒരു ഫ്രാക്ഷനെ വേറെ ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി കഴിയുന്നെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുമല്ലോ. ഇതിന് മൾട്ടിപ്ലിക്കേഷൻ ആക്കാം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടാമത്തെ ഫ്രാക്ഷൻ, ഈ ഡിവൈഡ് ബൈ പറഞ്ഞിട്ട് ഏതിന്റെ ഫ്രാക്ഷൻ ആണുള്ളത്, ആ രണ്ടാമത്തെ ഫ്രാക്ഷനെ മാത്രം എന്ത് ചെയ്യാം? അതിന്റെ മുകളിലാണ് താഴെ, താഴിലാണ് മുകളിൽ രൂപത്തിൽ തല കുത്തനാക്കുക. താഴിലാണ് മുകളിൽ, മുകളിലാണ് താഴ്, ആ രൂപത്തിൽ രണ്ടാമത്തെ ഫ്രാക്ഷനെ മാത്രം എന്ത് ചെയ്യാം? തല തിരിച്ച് ചെയ്യുക. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇപ്പൊ 1/2 ആണെങ്കിൽ ഇപ്പൊ 2/1 ആവില്ലേ? അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ നടുവിലുള്ള ചിഹ്നം നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ഡിവിഷൻ ആണെങ്കിൽ അത് മൾട്ടിപ്ലിക്കേഷൻ ആക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഡിവിഷൻ എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ആക്കാൻ പറ്റുക? രണ്ടാമത്തെ ഫ്രാക്ഷനെ തല തിരിച്ചാൽ മതി. ഇങ്ങനെ ഫ്രാക്ഷൻ മൾട്ടിപ്ലൈ ചെയ്യാം. വെരി വെരി സിമ്പിൾ. ഇതിന് മുകളിലാണ് മൾട്ടിപ്ലൈ ആയിരിക്കും ഉത്തരത്തിന് മുകളിൽ, താഴെയാണ് മൾട്ടിപ്ലൈ ആയിരിക്കും ഉത്തരത്തിന് താഴെ. മുകളിൽ 2 ആണ്, ഇവിടെ മുകളിൽ 2 ആണ്. 2 മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ? 4 ആണ്. ഉത്തരത്തിന്റെ മുകളിൽ വരിക 4 ആണ് ഉത്തരം. അത് ഉത്തരത്തിന്റെ ബൈയുടെ താഴെ ആരാ വരിക? ഇതിന്റെ ബൈയുടെ താഴെ 3 ആണ്, ഇതിന്റെ ബൈയുടെ താഴെ 1 ആണ്. 3 1 മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ? 3 കിട്ടും. 3 1 എന്താ? 3 ആണ്. ഇപ്പൊ ഇവിടെ ബൈയുടെ താഴെ വരിക 3 ആണ്. 2/3 2/1 മൾട്ടിപ്ലൈ ചെയ്താൽ 4/3 ആണ്. അത് തന്നെയാണ് എന്ത്? 2/3 ഡിവൈഡ് ബൈ 1/2. രണ്ടാമത്തെ ആള് തല തിരിച്ചു വെച്ച് കഴിഞ്ഞാല് അത് ഡിവിഷൻ എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആക്കാൻ വേണ്ടി പറ്റും. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യുക കേട്ടോ. രണ്ടാമത്തെ ആളെ തല തിരിച്ചു വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താ കിട്ടി? 4/3 ആണ്. 4/3 ഓപ്ഷൻ ഉണ്ടോ? ഇവിടെ ഉണ്ട്. രണ്ടാമത്തെ ഉത്തരം അല്ലെ? രണ്ടാമത്തെ ഉത്തരം എ ആണ്. ഇപ്പൊ രണ്ടാമത്തെ ഉത്തരം എ. ഇങ്ങനെ വേണ്ട ഉത്തരം എഴുതാൻ വേണ്ടിട്ട് രണ്ടാമത്തേത് എ ആണ്. രണ്ടാമത്തേത് എ ആണ്. 2A. ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം. എന്നിട്ട് നമുക്ക് ഒന്നാമത്തെ നോക്കാം. ഒന്നാമത്തെ ചെറിയൊരു കാര്യങ്ങൾ ചെയ്യേണ്ടത് അതുകൊണ്ടാട്ടോ. മൂന്നാമത്തെ എന്താണ്? 1/4 ഡിവൈഡ് ബൈ 2. ഇതിന്റെ ഉത്തരം നമുക്ക് നോക്കണം. അതിന്റെ ഉത്തരം എങ്ങനെ ചെയ്യാം? 1/4 ഡിവൈഡ് ബൈ 2. ഇതിന്റെ ഉത്തരം അല്ലേ? നേരത്തെ ഫ്രാക്ഷനും ആയിരുന്നു ഡിവൈഡ് ചെയ്യാൻ. ബൈയിലെ നമ്പറും ഡിവൈഡ് ചെയ്യാൻ. ഇവിടെ ഒരു ഫ്രാക്ഷനും ബൈ ഇല്ലാത്ത സാധാരണ നമ്പറുമാണ്. എങ്ങനെ ഒരു ഫ്രാക്ഷന് സാധാരണ നമ്പറോട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതും സിമ്പിൾ ആണ്. ഫ്രാക്ഷനെ നമ്മൾ അങ്ങനെ സാധാരണ നമ്പറോട് ഡിവൈഡ് ചെയ്യുന്നത്. ഫ്രാക്ഷന്റെ കൂടെ ഡിവിഷൻ ആണെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും സാധാരണ നമ്പർ ആണ് തന്നതെങ്കിൽ ആ സാധാരണ നമ്പർ നമ്മൾ ഫ്രാക്ഷൻ ആക്കണം. അതെങ്ങനെ ആക്കാം? സിമ്പിൾ ആണ്. ഏത് നമ്പർ തന്നാലും അതിന് താഴെ ബൈ 1 കൊടുത്താൽ അത് സാധാരണ നമ്പറിന് ഫ്രാക്ഷൻ ആയിട്ട് മാറും. രണ്ടാ തന്നെങ്കിൽ 2/1 ചെയ്താ ഏത് നമ്പറിന് താഴെ ബൈ 1 കൊടുത്താൽ പ്രശ്നമില്ല. ആ നമ്പറിന് ഉത്തരം ഇപ്പൊ 2/1 ആണെങ്കിൽ 2 ഡിവൈഡ് ബൈ 1 എന്താ? 2 ആണ്. 3 ഡിവൈഡ് ബൈ 1 എന്താ? 3/1 എന്താ? 3 ആണ്. ഇനി 1000/1 എന്താണ്? 1000 ഡിവൈഡ് ബൈ 1 1000 ആണല്ലോ. 1000/1 1000 ആണ്. ഏത് നമ്പറിന് താഴെ നമുക്ക് ബൈ 1 കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ സാധാരണ നമ്പർ ഫ്രാക്ഷന്റെ കൂടെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി തന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്പർ എന്ത് ചെയ്യാം? ഫ്രാക്ഷൻ ആക്കി മാറ്റാം. ബൈ 1 താഴെ കൊടുത്താൽ മതി. ഇപ്പൊ 2 ആണെങ്കിൽ 2/1 കൊടുക്കുമ്പോൾ അതിന്റെ ഫ്രാക്ഷൻ ആയി. എന്താ? വീണ്ടും നേരത്തെ അതേപോലെ ഫ്രാക്ഷനും ഡിവൈഡ് ചെയ്യാനാണ്. ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യാം? രണ്ടാമത്തെ നമ്പറിനെ തല തിരിച്ചിടും. തല തിരിച്ചാൽ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനേ ഫ്രാക്ഷൻ പറ്റുള്ളൂ. അപ്പൊ രണ്ടാമത്തെ ഫ്രാക്ഷൻ എന്ത് ചെയ്യാം? നേരെ തല തിരിക്കാം. മുകളിലാണ് താഴെ മുകളിൽ വെച്ചാൽ 2/1 എന്താ? തല തിരിച്ചാൽ 1/2 ആവും. 1/2 ആയി കഴിഞ്ഞാൽ ഈ ഡിവിഷൻ എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആക്കാൻ പറ്റും. രണ്ടാമത്തെ ആൾ തല തിരിച്ചാല് മൾട്ടിപ്ലിക്കേഷൻ ആവും. ഈ രണ്ടാമത്തെയും ആളെ തല തിരിക്കരുതേ, അത് പ്രധാനമായിട്ട് ഓർക്കണം. രണ്ടാമത്തെ ആളെ മാത്രം. അപ്പൊ ഇനി രണ്ടു കൂടി മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. മൾട്ടിപ്ലൈ ചെയ്യുന്ന ഉത്തരം വരിക ഇതിന്റെ മുകളിലുള്ളത് ഇതിന്റെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അത് ഉത്തരത്തിന്റെ മുകളിൽ 1 1 മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ? 1 ആണ്. ഉത്തരത്തിന്റെ ബൈയുടെ മുകളിൽ 1. അതുപോലെ 4 2 മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ? 4 × 2 8 ആണ്. അത് ഉത്തരത്തിന്റെ ബൈയുടെ താഴെ. ബൈയുടെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരത്തിന്റെ മുകളിൽ താഴും മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരത്തിന്റെ താഴെ. 1/8 ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരിക. സെറ്റ് അല്ലെ? 1/8 ഓപ്ഷൻ ഉണ്ടോ? ഇത് ഓപ്ഷൻ ബി 1/8 ആണ്. അപ്പോ മൂന്നാമത്തെ ഉത്തരം കിട്ടി ഓപ്ഷൻ ബി.
മൂന്നിന്റെ ഉത്തരം ബി. ഇനി ഒന്നാമത്തതിന്റെ ഉത്തരം കൂടെ നമ്മൾ നോക്കാം. ഒന്നാമത്തെ എന്താണ്? 1/2 ഡിവൈഡ് ബൈ 3/4 ആണ്. 1/2 ഡിവൈഡ് ബൈ 3/4. ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാല് ഇതുവരെ നമുക്ക് സാധാരണ ഫ്രാക്ഷൻ തന്നിട്ടുള്ളൂ. സാധാരണ ഒരു ബൈയുടെ നമ്പർ മാത്രം, ബൈയുടെ മുകളിൽ നമ്പർ താഴെ സാധാരണ ഫ്രാക്ഷൻ മാത്രമാണ് തന്നത്. ഇവിടെ എന്താണ്? ഫ്രാക്ഷന്റെ കൂടെ അതിന്റെ ഫ്രണ്ടും കൂടെ അല്ലെ, ഫ്രാക്ഷന്റെ കൂടെ സാധാരണ നമ്പറും കൂടെ ഉണ്ട്. അത് രണ്ടാളും കൂടെ ഒരുമിച്ചാ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? ഇത് നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയ ഒരു സാധാരണ നമ്പറും ബൈയുടെ നമ്പർ ഫ്രാക്ഷനും അടുത്തടുത്ത് വന്നാൽ അത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്, മിശ്ര ഭിന്നാണ്. സാധാരണ ഭിന്നസംഖ്യയല്ല, മിശ്ര ഭിന്നാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇതുപോലെ ഫ്രാക്ഷന്റെ ഒരു ചോദ്യത്തിൽ ഇതുപോലെ ഒരു മിക്സഡ് ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് ഉത്തരം ചെയ്യാൻ വേണ്ടി എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ മിക്സഡ് ഫ്രാക്ഷനെ ഫ്രാക്ഷൻ ആക്കി മാറ്റുക, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എളുപ്പം. അങ്ങനെ ഈ മിക്സഡ് ഫ്രാക്ഷനെ സാധാരണ ബൈയുടെ മുകളിലും നമ്പറും ഒരു നമ്പർ മുകളിലും താഴെ ഒരു നമ്പർ ആരും സാധാരണ ഫ്രാക്ഷൻ ആക്കി മാറ്റുക സിമ്പിൾ ആണ്. മിക്സഡ് ഫ്രാക്ഷനെ സാധാരണ ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് 1/2 സാധാരണ ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ പോട്ടെ നമ്മള് മാറ്റാൻ വേണ്ടിയിട്ട് ഈ സ്റ്റെപ്പ് ആലോചിച്ച് വെച്ചോ. മുമ്പിലുള്ള ആളെ ബൈയുടെ താഴെയുള്ള ആളായിട്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് പിന്നെ കിട്ടിയ ഉത്തരം മുകളിലുള്ള ആളായിട്ട് കൂട്ടുക. എന്താണ്? മുമ്പിലുള്ള സാധാരണ നമ്പറിനെ ഫ്രാക്ഷന്റെ ബൈയുടെ താഴെയുള്ള നമ്പറായിട്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് മുകളിലുള്ള ആളായിട്ട് കൂട്ടുക. അത് ചെയ്തെന്താ വരിക? ഇപ്പൊ 1നെ താഴെ 2 ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്യുക. 1 × 2 എന്താണ്? 2 ആണ്. എന്നിട്ട് അതിലോട്ട് മുകളിലുള്ള ആളെ കൂട്ടാം. മുകളിൽ എന്താ? 1 ആണ് അല്ലേ. 2 1 കൂട്ടിയാൽ എന്താ? 3 കിട്ടും. മുകളിലുള്ള ആൾ താഴെ ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 1 × 2 2 ആണ്. അതിലോട്ട് മുകളിൽ 1 കൂട്ടിയാൽ 2 + 1 3 ആണ്. മുമ്പുള്ള ആൾ താഴെ ആളായിട്ട് മൾട്ടിപ്പിൾ ചെയ്ത് മുകളിലുള്ള ആളായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3 ആണ് ഉത്തരം കിട്ടുക. അതൊന്നാണ് ഇത്. അതായിരിക്കും ഉത്തരത്തിന്റെ ബൈയുടെ മുകളിൽ വരിക. ഇതിന് സാധാരണ ഫ്രാക്ഷനിലോട്ട് മാറ്റുമ്പോൾ, അതായത് ബൈയുടെ മുകളിൽ നമ്പർ താഴെ നമ്പർ കൊടുത്തതിന് മാറ്റുമ്പോൾ അതിന്റെ ബൈയുടെ മുകളിൽ 3 ആയിരിക്കും വരിക. അപ്പൊ ബൈയുടെ താഴെ എന്താ വരിക? സിമ്പിൾ. ഇവിടെ ബൈയുടെ താഴെ ആരാണുള്ളത് അയാളായിരിക്കും ഇവിടെ ബൈയുടെ താഴെ വരിക. ഇവിടെ ബൈയുടെ താഴെ ആരാണുള്ളത്? 2 ആണുള്ളത് അല്ലേ. അങ്ങനെ അപ്പുറത്ത് ബൈയുടെ താഴെ ആരാ വരിക എന്ന് അറിയുമോ? 2 ആയിരിക്കും വരിക. സിമ്പിൾ, ഇത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ താഴെ ആളെ ആയിരിക്കും മുത്തത്തിന് ബൈയുടെ താഴെ. മുകളിൽ ആരാ വരിക? മുമ്പുള്ള ആളെ താഴെയായിട്ട് മൾട്ടിപ്പിൾ മുകളിലുള്ള ആളായിട്ട് കൂട്ടുക. അതായിരിക്കും ബൈയുടെ മുകളിൽ വരിക. അതായത് ഈ മിക്സഡ് ഫ്രാക്ഷൻ ഈക്വൽ ആയിട്ട് ഫ്രാക്ഷൻ 3/2 ആണ്. അപ്പൊ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എന്താക്കി? ബൈയുടെ മുകളിൽ നമ്പർ താഴെ നമ്പർ അങ്ങനെ സാധാരണ ഫ്രാക്ഷൻ രൂപത്തിലാക്കി. 1/2 എന്ന് വെച്ചാൽ 3/2 എന്ന് വെച്ചാൽ സെയിം ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1/2 പകരം എന്ത് ചെയ്യാൻ മതി? 3/2 ചെയ്യാൻ മതി. കാരണം അതിന് സെയിം ആണ് 3/2 എന്ന കാര്യം കണ്ടെത്തി. മിക്സഡ് ഫ്രാക്ഷൻ സാധാരണ ഫ്രാക്ഷൻ രൂപത്തിൽ മാറ്റി ഇത് നമുക്ക് ഉത്തരം ചെയ്യാൻ പറ്റിയ രൂപത്തിലോട്ടായി. അങ്ങനെ ഇതിന് ഉത്തരം എന്താണ് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും? രണ്ടാമത്തെ ആൾ തല തിരിച്ചു വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ, ഫ്രാക്ഷനും. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താ വരിക എന്നുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. നമുക്ക് നോക്കാം ആർക്ക് ഉത്തരം പറയുന്നുള്ള കാര്യം. ഇതുപോലെ ഓണം എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിട്ട് മാഷ് വീണ്ടും വരുന്നുണ്ടായിരിക്കും. ഒരു കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ടുള്ള നോട്ടുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. താഴെ കമന്റ് സെക്ഷനിൽ ഒരു ലിങ്ക് കാണാൻ വേണ്ടി പറ്റും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ 7ാം ക്ലാസ്സിലെ നോട്ട്സിന്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഫ്രീ ആയിട്ടുള്ള എക്സാമിന്റെ നോട്ടുകളും മെറ്റീരിയൽസ് ഒക്കെ അയച്ചു തരുന്നുണ്ടായിരിക്കും. തൊട്ടപ്പുറത്തുള്ള ഈ ലൈവ് കാണാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 7ാം ക്ലാസ്സിൽ വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാ വീഡിയോന്റെയും അതുപോലെ ലൈവിന്റെ ലിങ്കുകളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ വിടുന്നുണ്ടായിരിക്കും കേട്ടോ. ജോയിൻ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഓണം എക്സാം മുതൽ മനസ്സിലാക്കി എന്തായാലും പഠിക്കണം. എക്സാമിന്റെ പേറ്റേണൊക്കെ മാറുകയാണ് അല്ലെ. പോരാത്ത വലിയ ക്ലാസ്സോട് പോകുമ്പോൾ മാത്സ് മനസ്സിലാക്കാതെ പഠിച്ചു കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടാണ്. കാരണം മാത്സ് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി മാത്സ് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. എക്സാമിന് തലേന്ന് എങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് മാത്രം കണ്ടുകൊണ്ട് നമുക്ക് കാര്യമില്ല. ഓരോ ചാപ്റ്ററും സമയെടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലാണ് വലിയ ക്ലാസ്സോട് മാത്സിന് എളുപ്പമാകുക. മാത്സിന് ബേസിക് അറിയില്ല പ്രശ്നങ്ങളൊക്കെ മാറുക അല്ലെ. അപ്പൊ അങ്ങനെ മാറാൻ വേണ്ടി നമ്മുടെ എക്സാമിന്റെ കോഴ്സ് നമ്മുടെ മാത്സിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. 999 രൂപയാണ് ഒരു വർഷത്തേക്ക് കിട്ടും, ഒരു വർഷത്തേക്ക്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇനി ഒരു മാസത്തേക്ക് ജോയിൻ ചെയ്താൽ മതി. എക്സാം കോഴ്സിലാണ് ജോയിൻ ചെയ്യേണ്ടത്. എക്സാമിന് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാനും മാഷം ഡൗട്ട് ചോദിച്ച് അത് ക്ലിയർ ആക്കാൻ വേണ്ടി എക്സാമിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ മാത്രമാണെങ്കിൽ 149 രൂപയ്ക്ക് എക്സാമിന്റെ കോഴ്സിൽ മാത്രമേ ജോയിൻ ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് ഗീവ് അവേ കൂടെ ഉണ്ട്. നമ്മുടെ ഈ ഓരോ ക്ലാസ്സിലെ ലിങ്കുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനും കൂടെ അയച്ചു കൊടുക്കുക. ആ 5 ഫ്രണ്ട്സിന് അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ആ ഗൂഗിൾ ഫോം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് അയച്ചു കൊടുത്താൽ അതിന്റെ ഗൂഗിൾ ഫോം നിങ്ങൾ ഒരു വിന്നർ നമ്മൾ സെലക്ട് ചെയ്യും. നമ്മൾ എക്സാമിൽ നിന്നാണോ എക്സാമിന് തലേ ദിവസം നമ്മുടെ ലൈവ് ഉണ്ടായിരിക്കും. ആ ലൈവ് ക്ലാസ്സിലായിരിക്കും നമ്മൾ വിന്നർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? താഴെ ഗൂഗിൾ ഫോം ക്ലിക്ക് ചെയ്തിട്ട് താഴെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ഈ ജോയിൻ ഗിവ് അവേ ഫോം എന്നുള്ള ഫോം ക്ലിക്ക് ചെയ്തിട്ട് അത് ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തുള്ള സ്ക്രീൻഷോട്ട് കൂടെ അപ്ലോഡ് ചെയ്യാം. അപ്പൊ വെറുതെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണ്ട. എന്തായാലും ക്ലാസ് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുന്ന മാഷിനെ അറിയാം. ആ അയച്ചു കൊടുത്ത സ്ക്രീൻഷോട്ട് എടുത്തതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൂടെ ഉണ്ടായിരിക്കും കേട്ടോ.
അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ കാര്യം കമന്റ് ബോക്സിൽ അറിയിക്കുക. അങ്ങനെ ഇതുപോലെ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് മാഷ് വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ഇടാണെങ്കിൽ ഒരുപാട് കമന്റ് കാണുമ്പോൾ മാഷ് എന്തായാലും ഇതുപോലെ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് എത്തുന്ന ഉറപ്പായിട്ട് വരുന്ന കൂടുതൽ ചോദ്യങ്ങൾക്ക് തരുന്നതായിരിക്കും. തൽക്കാലം മാഷ് പോവാണ്. ബൈ ബൈ.